Welcome to Gradient Towards the Emergence of National Movement എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗുജറാത്തിലാണ്. അവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി. കോൺഗ്രസ്സിൽ രണ്ട് വിഭാഗക്കാർ തമ്മിൽ എന്ത് ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടാവുകയും അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവുകയും ചെയ്തു. ആ ഇൻസിഡൻറ്റിനെയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു തലക്കെട്ടിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ കുറച്ച് കോൺഗ്രസ് അല്ലാത്ത ഒന്ന് രണ്ട് സംഘടനകൾ കൂടെ നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ആ സംഘടനകളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. PDF നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ചാപ്റ്ററിൻ്റെ പേര് നിങ്ങളവിടെ മെൻഷൻ ചെയ്തിട്ട് നോട്ട് വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരാൻ പറ്റത്തുള്ളൂ. കാരണം വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ നിയമം നിങ്ങൾക്ക് അറിയാമല്ലോ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള ഫയൽസൊന്നും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്ററും ഇന്നത്തോടു കൂടി രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ കുറേ പേര് ചോദിച്ചു, സാറേ രണ്ടാമത്തെ ചാപ്റ്റർ തീർന്നില്ലല്ലോ എന്ന്. അതെ, അറിയാം തീർന്നില്ല. പക്ഷേ മൂന്നാമത്തെ ചാപ്റ്റർ കുറേ ആൾക്കാർക്ക് ഭയങ്കര അത്യാവശ്യമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതുകൂടി ഒന്ന് അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെറിയൊരു പനിയും ചെറിയ തൊണ്ടവേദനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് സൗണ്ട് ഒരല്പം കുറവായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി എന്താ, ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്തെ പാർട്ടീഷനിലൂടെ രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റുന്നു. ലോർഡ് കഴ്സൺ അത് ചെയ്യുന്നത്. നമ്മളതിന് ബംഗാൾ പാർട്ടീഷൻ എന്ന് പഠിച്ചു. അപ്പോൾ അതിനെ എതിർത്തു. അതിന് വേണ്ടിയിട്ട് എതിർത്ത നമ്മൾ എന്ത് ചെയ്തു, സ്വദേശി മൂവ്മെൻറ്റ് കൊണ്ടുവരികയും അത് നമ്മുടെ ഇന്ത്യയിൽ ഒരു വമ്പൻ ഹിറ്റായിട്ട് മാറുകയും ചെയ്തു. അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അന്ന് വരെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്ന സമരമാർഗ്ഗങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിരുന്നു. കാരണം നമുക്ക് ഈ കോൺഗ്രസ് 1855 നിങ്ങൾക്കറിയാം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അതിൽ ബ്രിട്ടീഷുകാരുടെ ഇൻവോൾവ്മെൻറ്റും ചെറുതായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അന്നത്തെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയുന്നത് മിതവാദികളായിരുന്നു. അവരാരും ഈ പറയുന്ന വലിയ വയലൻസ് ഒന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ റോക്കി ഭായിയെ പോലെ വയലൻസ് 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 എന്ന് പറയുന്ന ആൾക്കാരായിരുന്നില്ല. കുറച്ച് സമാധാനപ്രിയരായിട്ടുള്ള കുറച്ച് അപ്പൂപ്പന്മാർ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, INC ഫോം ചെയ്യുന്നത്. ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മോഡറേറ്റുകൾ എന്ന് വിളിക്കുന്നത്. സമാധാനമാണ്, നമുക്ക് ബ്രിട്ടീഷുകാരുടെ അടുത്ത് യുദ്ധത്തിനും അക്രമത്തിനും ഒന്നും പോകണ്ട, പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ബ്രിട്ടീഷുകാർ. അത് നമുക്ക് സമരം ചെയ്യാം, നമുക്ക് ജാഥകൾ നടത്താം, ധർണ നടത്താം, അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്താൽ മതി. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പേടിച്ച് സ്വാതന്ത്ര്യമൊക്കെ തന്നിട്ട് പോകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു മോഡറേറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ അതിനിടയിൽ പുതിയ നേതാക്കന്മാർ, നല്ല ചോരത്തിളപ്പുള്ള പുതിയ നേതാക്കന്മാർ വന്നു. അവർ പറഞ്ഞു, ഈ പരിപാടിയൊന്നും ശരിയാവത്തില്ല, നമ്മൾ കുറച്ചുകൂടി കടുപ്പിക്കണം. അതിൻ്റെ ഒരു ആദ്യ പടിയായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ അങ്ങ് വമ്പൻ ഹിറ്റായി. ബ്രിട്ടീഷുകാർ സത്യത്തിലൊന്ന് പേടിച്ചു. അപ്പോൾ എക്സ്ട്രീമിസ്റ്റുകളായിട്ട് കുറച്ചുകൂടി നമ്മുടെ റോക്കി ഭായിയുടെ KGFൻ്റെ ആൾക്കാരെത്തി. വയലൻസ് വയലൻസ് വയലൻസ്. അവർക്ക് എന്ത് വേണം, അത്യാവശ്യം കുറച്ച് അക്രമമൊക്കെ കാണിച്ചാൽ ബ്രിട്ടീഷുകാർ പേടിക്കുള്ളൂ എന്ന് പറഞ്ഞ ടീം അവരാണ് എക്സ്ട്രീമിസ്റ്റ്. അവർ പറഞ്ഞു, ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി വയലൻ്റ് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുപോയാലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പൂപ്പന്മാർ എന്ത് ചെയ്തില്ല, അത് സമ്മതിച്ചില്ല. ഈ പറയുന്ന വിഷയത്തിൻ്റെ പേരിൽ ഇവർ തമ്മിൽ എന്തായി, പ്രശ്നമായി. അങ്ങനെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1907 സൂററ്റ് എന്ന് പറയുന്ന ഗുജറാത്തിൽ വെച്ച് കിടക്കുന്ന സൂററ്റിലെ സമ്മേളനത്തിൽ വെച്ചിട്ട് INC രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നിനെ നമ്മൾ മോഡറേറ്റുകളെന്നും മറ്റൊന്നിനെ നമ്മൾ എന്ത് വിളിക്കും, എക്സ്ട്രീമിസ്റ്റുകളെന്നും വിളിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. There were differences of opinion among the leaders regarding the working method of the Indian National Congress. The early leadership was not ready for an open struggle against the British. അവർ ബ്രിട്ടീഷുകാരുമായിട്ടൊരു സ്ട്രഗിളൊന്നും റെഡി ആയിരുന്നില്ല, സമാധാനത്തിൽ പോവാം. They were known as the മോഡറേറ്റുകൾ, മിതവാദികൾ എന്ന് പറയും. ആ മിതവാദികളുടെ ചീഫായിട്ടുള്ള ആൾക്കാരാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഈ ദാദാഭായ് നവറോജി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കുറച്ച് പ്രായമായിട്ടുള്ള ദാദാ അല്ലേ, അപ്പൂപ്പൻ, ദാദാഭായ് അങ്ങനെയല്ല മീനിങ് എങ്കിലും. ഗോപാലകൃഷ്ണ ഗോഖലെ അതുപോലെ തന്നെ ആരാണ്, നമ്മുടെ ഫിറോസ് ഷാ മേത്തയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത്. ദേ പ്രൊപ്പഗേറ്റഡ് ദെയർ ഐഡിയാസ് ത്രൂ പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ് സ്ട്രഗിൾ, മീറ്റിംഗ്, സ്പീച്ചസ് ആൻഡ് റെസൊല്യൂഷൻസ് അല്ലേ. രക്തരഹിതമായിട്ടുള്ള സ്ട്രഗിളുകൾ, മീറ്റിംഗ് കൂടുന്നു, അങ്ങനെയൊക്കെ ഇത് പറഞ്ഞു തീർക്കാമെന്നാണ് അവരുടെ വിചാരം. പക്ഷേ അത് നടന്നിട്ടില്ല.
അതിൽ വേറൊരു ഗ്രൂപ്പ് അപ്പോൾ അവിടേക്ക് വരികയാണ്. അവരാണ് ആര്? ദേ വെർ ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ മോഡറേറ്റ് ബിക്കം സ്ട്രോങ് ഇൻ ദ കോൺഗ്രസ് ആൻഡ് ദേ വെർ നോൺ ആസ് ദ എക്സ്ട്രീമിസ്റ്റ്. അല്ലെ, മിതവാദികളുടെ ഈ പറഞ്ഞ മിതമായിട്ടുള്ള പരിപാടി കൊണ്ടൊന്നും കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ബ്രിട്ടീഷുകാർ പേടിക്കത്തില്ല, നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരണമെന്ന് പറഞ്ഞ മറ്റേ ഗ്രൂപ്പിൻ്റെ പേരാണ് എക്സ്ട്രീമിസ്റ്റ്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. നമ്മളതിനെ ലാൽ പാൽ ബാൽ എന്ന് വിളിക്കും. ഓക്കെ, ലാല ലജ്പത് റായ്, അതുപോലെ ആരാണ്? നമ്മുടെ ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ തന്നെയാണ് വരുന്ന നമ്മുടെ ബാലഗംഗാധര തിലക്. ഇവരാണ് പ്രധാനപ്പെട്ട 3 ലീഡേഴ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, ദേ വേർ ദ പ്രോമിനന്റ് എമംഗ് ദം. Their mode of action was quite different from those of the moderate. They adopted a revolutionary method of action like Swadeshi and boycott to urge that freedom could be achieved only through strong struggle. സ്ട്രോങ് ആയിട്ടുള്ള, അല്ലേ, നമ്മളിങ്ങനെ മീറ്റിംഗ് കൂടിയിട്ടൊന്നും കാര്യമില്ല. അവർ പേടിക്കണമെങ്കിൽ അവന്മാരെ വീട്ടിൽ കയറി പണി കൊടുക്കണമെന്ന രീതിക്കുള്ള, അല്ലെ, അക്രമം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ടീംസ് അത്രയേ ഉള്ളൂ. ആരെന്ന് പറയുന്നത്? മോഡറേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ഹിറ്റായതോടുകൂടി എന്ത് പറ്റി? ഇവർ കുറച്ച് ക്ലിക്കായി, അപ്പന്മാർക്ക് അത് പിടിച്ചില്ല. അങ്ങനെ ഈ ഡിഫറൻസുകൾ ഏറ്റവും പ്രകടമായിട്ട് കാണുന്നത് എപ്പോഴാണ്? 1907 ഇവിടെ വെച്ചിട്ട്, സൂററ്റിൽ വെച്ചിട്ടുള്ള കോൺഗ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോഡറേറ്റ് ആൻഡ് ദ എക്സ്ട്രീമിസ്റ്റ് ബിക്കം അക്യൂട്ട് അറ്റ് ദ സൂററ്റ് കോൺഗ്രസ്. ഇറ്റ് ഈവൻ ബിക്കം ഇംപോസിബിൾ ടു കണ്ടിന്യൂ ദ കോൺഫറൻസ്. അങ്ങനെ എന്ത് പറ്റി? ഇങ്ങനെ കോൺഗ്രസിൽ സ്പ്ലിറ്റ് നടക്കുന്നു. നമ്മളിതിനെ സൂററ്റ് സ്പ്ലിറ്റ് എന്നും പറയാറുണ്ട്. എന്നു പറയാറുണ്ട്? സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന സ്പ്ലിറ്റ്. സോ സൂററ്റ് സ്പ്ലിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ നല്ല കത്തിക്കേറിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെയും ഗ്രാഫ് നേരെ അങ്ങോട്ട് ഇടിഞ്ഞു. ബ്രിട്ടീഷുകാർ ഇതിന് അഡ്വാൻറ്റേജ് എടുത്തു. അവരെന്ത് പറഞ്ഞു? അവർ നേരെ മോഡറേറ്റുകളുടെ കൂടെ നിന്നു. കാരണം ഇവന്മാരെ കൂടെ നിർത്തുന്നതാണ് നല്ലത്. എക്സ്ട്രീമിസ്റ്റുകളെ എവിടെ കണ്ടാലും കൈയും കാലും തല്ലി ഒടിക്കാൻ ഉത്തരവിടുന്നു. അവരെന്ത് ചെയ്യുന്നു? ഇവന്മാരെ സോപ്പിടാൻ വേണ്ടിയിട്ട്, ആരെ? ഈ പറയുന്ന മോഡറേറ്റുകളെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഒരു റിഫോം കൊണ്ടുവരുന്നു. അതിൻ്റെ പേരാണ് മിൻറ്റോ മോർലെ റിഫോം ഓഫ് 1909. 1909 എന്ത് കൊണ്ടുവരുന്നു? മിൻറ്റോ മോർലെ റിഫോം ആക്ട് കൊണ്ടുവരുന്നു. മിൻറ്റോയും മോർലെയും 2 ആൾക്കാരുടെ പേരാണ്. സെക്രട്ടറി ജനറൽ ഓഫ് ദി സ്റ്റേറ്റും അതുപോലെ വൈസ്രോയി ആണെന്ന് തോന്നുന്നു. ഈ 2 പേര് ഞാൻ ഏതാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. മിൻറ്റോ ഒരാൾ, മോർലെ ഒരാൾ. അവർ കൊണ്ടുവന്ന റിഫോം ആക്ട് കൊണ്ടുവരുന്നു. അതനുസരിച്ച് എന്താ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂചിപ്പിക്കാനാണ് നമ്മൾ ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യക്കാരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് അവർ മുസ്ലിംസിന് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ടുവരുന്നു. മുസ്ലിം സംഭരണമായിട്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു നിയമസഭ, അല്ലെങ്കിൽ ഒരു മണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ടുവന്നു. അവിടെ മുസ്ലിമിന് പങ്കെടുക്കാം. അപ്പോൾ മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ വരും. മുസ്ലിം ലീഗ് അങ്ങനെ ഹാപ്പിയാവും, കോൺഗ്രസ്സുകാരങ്ങനെ ഹാപ്പിയാവും എന്നൊക്കെ പറഞ്ഞവർ കൊണ്ടുവരുന്നു. മാത്രമല്ല കുറച്ച് ലെജിസ്ലേറ്റീവ് പവറുകളും കൂടെ എന്ത് ചെയ്തു? നമുക്ക് കൊണ്ടുവന്നു. കാരണം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ കുറച്ച് പാർലമെൻ്ററി സമ്പ്രദായമൊക്കെ ഇവിടെ നടന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വരുന്നു? 1909 മിൻറ്റോ മോർലെ റിഫോം ആക്ട് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നു. മോഡറേറ്റുകൾ ഹാപ്പി, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലായ ആൾക്കാർക്ക്, ഈ മിൻറ്റോ മോർലെ റിഫോം ആക്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 1919 ജാലിയൻ വാലാബാഗ് മാസക്കറൊക്കെ നടക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ നയിക്കുന്ന ഈ ഒരു സംഭവത്തിലൂടെയാണ് നമ്മളതൊന്നും നമുക്ക് പഠിക്കാത്തതുകൊണ്ട് അതിലോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണം. അപ്പോൾ ഇവിടെ വരെ ഉള്ള പോയിന്റുകൾ സെറ്റാണോ? നമുക്ക് നോക്കാമോ? ഓരോ പോയിൻ്റായിട്ട് നോക്കി. Difference in opinion. Within the Indian National Congress, leaders has a different view on how to achieve the independence. ആ 2 ഗ്രൂപ്പാണ്, മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും. അതിലാദ്യം വരുന്നതാണ് മോഡറേറ്റുകൾ. അവരെന്തിലാണ് വിശ്വസിച്ചിരുന്നത്? പീസ്ഫുൾ ആൻഡ് സ്ലോ റിഫോംസിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവരെന്ത് പറഞ്ഞു? അവർ പെറ്റീഷൻസും മീറ്റിങ്ങും സ്പീച്ചസും റെസൊല്യൂഷനും ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ നാടിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാമെന്ന് അവർ വിചാരിച്ചു, അല്ലേ? ദ ബിലീവ്ഡ് ദ ബ്രിട്ടീഷ് വുഡ് ബ്രിങ് ഗുഡ് ഗവേണൻസ് ഇഫ് കൺവിൻസ്ഡ് പീസ്ഫുള്ളി. അവരെ പീസ്ഫുള്ളായിട്ട് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കൺവിൻസിങ് സ്റ്റാറൊക്കെ ചെയ്യുന്ന പോലെ, അല്ലേ, പീസ്ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ കേൾക്കും. നമ്മുടെ ജിസ് ജോയുടെ സിനിമയുണ്ടല്ലോ, ജിസ് ജോയുടെ സിനിമകളുണ്ടല്ലോ, നമ്മുടെ ആസിഫ് അലിയൊക്കെ നായകനായിട്ട് വരുന്ന സിനിമകളൊക്കെ പറയുന്ന പോലെ, അല്ലേ, എതിരെ നിൽക്കുന്നവൻ്റെ മനസ്സറിഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് പറഞ്ഞു? ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിക്കുക, അവർ പാവങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡയലോഗ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നേതാക്കന്മാരാണ് ആരൊക്കെ? ദാദാബായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ. പക്ഷേ എക്സ്ട്രീമിസ്റ്റുകൾ അങ്ങനെയല്ലായിരുന്നു. അവർ കുറച്ച് തീവ്രവാദികളെന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ബിലീവ്ഡ് ഇൻ ഡയറക്റ്റ് ആൻഡ് ഫോഴ്സ്ഫുൾ ആക്ഷൻ ടു ഗെറ്റ് ഫ്രീഡം. അവരെന്ത് പറഞ്ഞു? അവർ സ്വദേശി മൂവ്മെൻറ്റ് കൊണ്ടുവരണം. അതായത് ഇന്ത്യൻ സാധനം മാത്രം ഉപയോഗിച്ചാൽ മതി. ബോയ്ക്കോട്ട് ചെയ്യണം ബ്രിട്ടീഷുകാരുടെ പ്രോഡക്റ്റുകളെ. മാസായ പ്രൊട്ടസ്റ്റും സ്ട്രോങ് ആയുള്ള സ്പീച്ചസും കൊണ്ടുവന്ന് സ്ട്രോങ് സ്ട്രഗിളിലൂടെ ഫ്രീഡം കൊണ്ടുവരാമെന്ന് പറഞ്ഞവരാണ് ആര്? എക്സ്ട്രീമിസ്റ്റുകളെന്ന് പറയുന്നത്. ആരൊക്കെയുണ്ട്? ബാലുണ്ട്, പാലുണ്ട്, ഒരു ലാലും ഉണ്ട്.
ബാലഗംഗാധര തിലകുണ്ട്, ബിപിൻ ചന്ദ്ര പാലുണ്ട്, ലാലാ ലജ്പത് റോയ് ഉണ്ട്. അവരെ ലാൽ, ബാൽ, പാൽ എന്ന് വിളിക്കും. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും പറയും. ഇവർ രണ്ടുപേരും കൂടി തമ്മിൽ തല്ലുകയാണ് സുഹൃത്തുക്കളെ 1907 സൂററ്റിലെ കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ട്. സ്പ്ലിറ്റ് ചെയ്ത് മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും ഒന്ന് 2 ഗ്രൂപ്പായിട്ട് മാറി. തക്കം പാത്തിരുന്ന ബ്രിട്ടീഷുകാർ ഈ അഡ്വാൻറ്റേജ് എടുത്തു. അവരെന്ത് ചെയ്തു? മോഡറേറ്റുകളെ കൂടെ പിടിച്ചു, എക്സ്ട്രീമിസ്റ്റുകൾ അടിച്ച് ഒതുക്കി. ദ ബ്രിട്ടീഷ് ആക്ഷൻ അഗെയിൻസ്റ്റ് എക്സ്ട്രീമിസ്റ്റ് ഇതാണ് പറയുന്നത്. സോ ദ എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് വെയർ അറസ്റ്റഡ്, ജയിൽഡ് ഓർ എക്സൈൽഡ്. അവരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. കുറേ ആൾക്കാർ എന്ത് ചെയ്തു? നാട് കടത്തി. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാലഗംഗാധര തിലകിനെ അവരെന്ത് ചെയ്യുകയാണ്? നാട് കടത്തുകയാണ് ചെയ്യുന്നത്. മറ്റു പലരും ഈ പറയുന്ന അടിയെ പേടിച്ച് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് വേറെ പാട് നോക്കി പോയവരും ഉണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർ, ഞാൻ പറഞ്ഞു, മോഡറേറ്റുകളുടെ കൂടെ നിന്ന് അല്ലേ. ബ്രിട്ടീഷ് റിഫോംസ് ടു പ്ലീസ് ദ മോഡറേറ്റ്. എന്താ അവർ ചെയ്തത്? ദേ ബ്രിങ് മിൻറ്റോ മോർലി റിഫോം ആക്ട് ഓഫ് 1909. അവരെന്ത് ചെയ്തു? മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയും ലെജിസ്ലേറ്റീവ് പവറും എന്ത് ചെയ്തു? കൂടുതലാക്കി കൊടുത്ത് മോഡറേറ്റുകളെ സോപ്പിട്ട് കൈ വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മോഡറേറ്റുകൾ മണ്ടന്മാരൊന്നുമില്ല. അവർക്ക് ഇതിൻ്റെ പിന്നിലെ ചതി പിന്നീട് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിശ്വാസത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മോഡറേറ്റുകൾ വിശ്വസിച്ചത് ബ്രിട്ടീഷ് ജസ്റ്റിസ് അല്ലെ ബ്രിട്ടീഷ് ന്യായം നടത്തുമെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ എക്സ്ട്രീമിസ്റ്റുകൾ പറഞ്ഞു എന്താണ്? ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്നെ ഹാംഫുള്ളാണ്. അവരുടെ സമര രീതികൾ എങ്ങനെയായിരുന്നു? മോഡറേറ്റുകൾ പീസ്ഫുള്ളും സ്ലോ റിഫോംസും വിശ്വസിച്ചപ്പോൾ എക്സ്ട്രീമിസ്റ്റുകൾ സ്ട്രോങ്ങും ഡയറക്റ്റ് സ്ട്രഗിളിലുമാണ് വിശ്വസിച്ചത്. എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്തത്? പെറ്റീഷനും സ്പീച്ചും റെസൊല്യൂഷനും നടത്തി. മോഡറേറ്റുകളായപ്പോൾ ബോയ്ക്കോട്ട് ചെയ്യാനും സ്വദേശി പ്രസ്ഥാനവും പ്രൊട്ടസ്റ്റുകൾ നടത്താൻ എക്സ്ട്രീമിസ്റ്റുകൾ തീരുമാനിച്ചു. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഓഫ് മോഡറേറ്റ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മെഹ്ത്ത. എക്സ്ട്രീമിസ്റ്റിലാണെങ്കിലോ ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റോയ്, അതുപോലെ ബിപിൻ ചന്ദ്ര പാൽ. ഔട്ട്കം ഓഫ് ദ സൂററ്റ് സ്പ്ലിറ്റ് ഓഫ് 1909 എന്താണ്? സ്പ്ലിറ്റ് ചെയ്ത് 2 ഭാഗങ്ങളായിട്ട് മാറി. ബ്രിട്ടീഷ് റെസ്പോൺസ് എന്തായിരുന്നു? എക്സ്ട്രീമിസ്റ്റുകളെ സപ്രസ് ചെയ്തു, മോഡറേറ്റുകൾ അവരെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ കോൺഗ്രസിൻ്റെ ആ ഒരു അധപ്പതനം സംഭവിക്കുകയാണ്. കോൺഗ്രസിൻ്റെ വില ഇടിഞ്ഞു, നാട്ടിലുണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളൊക്കെ ആളിക്കത്തിയത് അണഞ്ഞു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് മറ്റു കുറച്ച് സംഘടനകൾ എന്ത് ചെയ്തു? ഈ പറയുന്ന കാര്യം ഏറ്റെടുത്ത് മുന്നിലേക്ക് വന്നു. അതിലൊന്നാണ് ഹോം റൂൾ ലീഗ്. ഹോം റൂൾ ലീഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആരെ ആലോചിക്കണം? ആനി ബെസന്റിനെ ആലോചിക്കണം. ആരെ ആലോചിക്കണം? ആനി ബെസന്റിനെ ആലോചിക്കണം. അപ്പോൾ 1ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് 1914 കാലത്ത് എന്ത് ചെയ്യുന്നു? ഇവരിവിടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹോം റൂള് ലീഗിലെ ഹോമും റൂളും തരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹോം എന്ന് വെച്ചാൽ നമ്മുടെ വീട്, നമ്മുടെ നാട് നമ്മൾ ഭരിച്ചാൽ മതി. അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹോം റൂൾ ലീഗിൻ്റെ. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാം ലോക മഹായുദ്ധ കാലത്താണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് റിവൈവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തിനായിരുന്നു? ഡിമാൻഡഡ് സെൽഫ് ഗവൺമെൻറ്, ഹോം റൂൾ കൊണ്ടുവരണം എന്നതായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. നേതാക്കന്മാരിൽ ആദ്യം വരുന്ന ആനി ബെസന്റ്, പിന്നെ നമ്മളെ എക്സ്ട്രീമിസ്റ്റിനകത്തുണ്ടായിരുന്ന ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഹോം റൂൾ അച്ചീവ് ചെയ്യുക, അതായത് സെൽഫ് ഗവേണൻസ് അച്ചീവ് ചെയ്യുക, പൊളിറ്റിക്കൽ അവയർനെസ് കൊണ്ടുവരിക. വില്ലേജുകളിലും സിറ്റികളിലും പൊളിറ്റിക്കൽ അവയർനെസ്, ആൾക്കാർക്ക് രാഷ്ട്രീയ ബോധം കൊണ്ടുവരിക. എന്തൊക്കെയാണ് അവരുടെ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യ മൊത്തം യാത്ര ചെയ്യുകയും പല പല ബ്രാഞ്ചുകൾ പല പല സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാസീവായിട്ടുള്ള റൂറൽ അർബൻ ഏരിയകളിൽ നിന്ന് സപ്പോർട്ട് നേടിയെടുക്കുകയും ചെയ്തു. ആസ് യൂഷ്വൽ ബ്രിട്ടീഷുകാർക്ക് അത് പിടിച്ചില്ല. അവർ എന്ത് ചെയ്തു? ദ ബ്രിട്ടീഷ് സോ ദ മൂവ്മെൻറ്റ് ആസ് എ ത്രെറ്റ് ടു ദെയർ റൂൾ ആൻഡ് ആനി ബെസന്റ് വാസ് അറസ്റ്റഡ് ആൻഡ് പുട്ട് ഇൻ ജയിൽ. അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ കൊണ്ടങ്ങ് നേതാവായി കത്തിക്കയറി. പിന്നെ റിലീസ് ചെയ്യുന്നു 1917 സമയത്ത്. ആ ഒരു സമയമായപ്പോഴത്തേക്ക് എന്ത് പറ്റി? അവരാദ്യമായിട്ട് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറി. അങ്ങനെ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ആര്? ആനി ബെസന്റ്. കൽക്കട്ട സെഷനിൽ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ 1911 ആയപ്പോഴത്തേക്ക് നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് പിൻവലിക്കുകയാണ്? നമ്മുടെ ബംഗാൾ പാർട്ടീഷൻ അവരെന്ത് ചെയ്യുകയാണ്? പിൻവലിക്കുകയാണ്. ഓക്കെ, ഡൽഹി ദർബാർ എന്ന് പറയുന്നൊരു സംഭവം ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ്. അവിടെ നിന്ന് ഇംഗ്ലണ്ട് രാജാവൊക്കെ വന്നിരുന്നു. അന്ന് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് അവർ ഡൽഹിയിലോട്ട് മാറ്റി. പിന്നെ അവർക്ക് ബംഗാളിൽ കിടന്ന് അടിയുണ്ടാക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്തു? ഈ പറയുന്ന മോഡറേറ്റുകളെ മറ്റവരെയൊക്കെ സോപ്പിടാൻ വേണ്ടിയിട്ട് 1911 എന്ത് ചെയ്യുന്നു? ബംഗാൾ പാർട്ടീഷൻ ക്യാൻസലാക്കുന്നു. മോഡറേറ്റുകളും എക്സ്ട്രീമിസ്റ്റുകളും തമ്മിൽ ചർച്ചയൊക്കെ നടത്തിയിട്ട് 16 ആയപ്പോഴത്തേക്കും അവരെന്ത് ചെയ്യുന്നു? ഒരുമിക്കുന്നു. ലക്നൗയിൽ വെച്ച് നടന്ന സെഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ ഒരുമിക്കുന്നു. റീയൂണിയൻ ഓഫ് ദ മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ഇൻ ദ കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും അവിടെ വെച്ച് എന്ത് ചെയ്യാണ്? ജോയിൻ്റ് ആവുകയാണ്. അപ്പോൾ ലക്നൗയിൽ വെച്ച് 2 പേര് ടീം ചേരുകയാണ്. മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും ചേരുന്നു, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ചേരുന്നു. അങ്ങനെ യൂണിറ്റി എന്ത് ചെയ്യുന്നു? ഇവരെ
കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നോക്കി, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു ഹോം റൂൾ ലീഗ്. പ്രധാനമായിട്ടും എന്തായിരുന്നു? ആനി ബസന്റും ബാലഗംഗാധര തിലകുമായിരുന്നു. അവർ വില്ലേജുകളിലും സിറ്റികളിലും പോയിട്ട് എന്ത് ചെയ്യുന്നു? ഇതിന് അനുയായികളെ കൊണ്ടുവരുന്നു, പല പല ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നു. ഈ ബ്രിട്ടീഷ് സുപ്രീമസിക്ക് അതൊരു ത്രട്ടായിട്ട് തോന്നുന്നു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? അതിനെ പിന്നീട് പിൻവലിക്കുന്നു, അതിനെ എന്ത് ചെയ്യുന്നു? അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. നമ്മുടെ ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് റിലീസ് ചെയ്യുന്നു. അങ്ങനെ അവർ ആദ്യത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുന്നു. യൂണിറ്റി ഇൻ ലക്നൗ, ഇപ്പോൾ പറഞ്ഞത് 1916 വെച്ചിട്ട് ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു. ആരൊക്കെ? മോഡറേറ്റുകളും പ്ലസ് എക്സ്ട്രീമിസ്റ്റുകളും ഒന്നിക്കുന്നു. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും പരസ്പരം ഒന്നിക്കുന്നു. യൂണിറ്റി ആയിട്ട് പോയാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഈ ഒരു സമയത്തിനിടയിൽ ഈ പറയുന്ന 1906 അല്ലേ അവരെന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആകുന്നു അല്ലേ, 1907 അവരെന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആകുന്നു. പിന്നെ 14 എന്ത് ചെയ്യുന്നു? യോജിക്കുന്നു അല്ലേ. ഓർത്ത് വയ്ക്കുക എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ. 16 വെച്ച് എന്ത് ചെയ്യുന്നു? 16 വെച്ച് എന്ത് ചെയ്യുന്നു? യോജിക്കുന്നു. വയ്യ പനിയാണ് ബോധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്തിനിടയിൽ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല പല എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളും എന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ആയുധം അല്ലെങ്കിൽ ഈ പറയുന്ന അക്രമത്തിൻ്റെ മുറയാണ് നല്ലതെന്ന് വിശ്വസിച്ച് കുറച്ച് പേര് മുന്നോട്ട് വരുന്നു. അങ്ങനെ കുറച്ച് ഓർഗനൈസേഷൻസും അവരുടെ ലീഡേഴ്സിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുകയാണ്? പരിസമാപ്തിയിലേക്ക് എത്തുവാണ്. നമുക്ക് അവരെ പറ്റി നോക്കാം. 1. അനുശീലൻ സമിതി ബംഗാളിൽ തുടങ്ങുന്നു. സച്ചീന്ദ്രനാഥ സന്യാലും ഔറോബിന്ദ ഘോഷുമാണ് ഇതിൻ്റെ നേതാക്കൾ. നിങ്ങൾ ഈ ഔറോബിന്ദ ഘോഷിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഔറോബിന്ദോ ആശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആശ്രമം നമ്മുടെ പോണ്ടിച്ചേരിയുടെ ആ ഒരു ഭാഗത്തുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു വട്ടത്തിലൊരു ഒരു പ്രത്യേക സ്ട്രക്ചർ, ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നടുക്കായിട്ട്. ഒരു ആശ്രമമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പുള്ളി പണ്ടൊരു ഈ പറയുന്ന ദേശീയ നേതാവായിരുന്നു. പിന്നെ വരുന്നതാണ് എന്താ? ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിൽ നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യരും അജിത് സിംഗും കൂടെ ആരംഭിക്കുന്നു. യുഗാന്തർ പാർട്ടി ബംഗാളിൽ റാഷ് ബിഹാരി ബോസും ഖുദ്രാം ബോസും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഗദ്ദർ പാർട്ടി അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ലാല ഹർദയാൽ. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയോ, അനുശീലൻ സമിതിയിലെ അനുവിൽ നിന്നും ഔറോബിന്ദ ഘോഷും അതുപോലെ സമിതിയിൽ നിന്നും സന്യാലും ഓർത്ത് വയ്ക്കുക. ഔറോബിന്ദ ഘോഷും സന്യാലും കൂടെ ചേർന്ന് അനുശീലൻ സമിതി ആരംഭിക്കുന്നു ബംഗാളിൽ. അപ്പം എങ്ങനെയാണ്? അനുശീലൻ സമിതി, അനുശീലനിലെ ആയിൽ നിന്ന് ഔറോബിന്ദ ഘോഷും സായിൽ നിന്ന് സച്ചീന്ദ്ര സന്യാൽ എന്ന് ഓർത്ത് വെച്ചു. അടുത്ത് ഭാരത് മാതാ അസോസിയേഷൻ. ബി ഫോർ ബ്രഹ്മചാരി എം ഫോർ മദ്രാസിൽ ആരംഭിക്കുന്നു. ആ ഫോർ അജിത് സിംഗ്. അപ്പോൾ ബ്രഹ്മചാരിയും അതുപോലെ തന്നെ അജിത് സിംഗും കൂടെ മദ്രാസിൽ വെച്ചിട്ട് ഭാരത് മാതാ അസോസിയേഷൻ സ്ഥാപിക്കുന്നു. കൂടെ ആരുണ്ട്? വാഞ്ചി അയ്യരും കൂടെ ഉണ്ട്. അപ്പോൾ ഭാരത് മാതാ അസോസിയേഷൻ ആരൊക്കെയാണ്? ബ്രഹ്മചാരിയും അതുപോലെ തന്നെ അജിത് സിംഗും കൂടെ മദ്രാസിൽ വെച്ച് ഭാരത് മാതാ അസോസിയേഷൻ ആരംഭിക്കുന്നു. ആരുടെ കൂടെ? വാഞ്ചി അയ്യരുടെ കൂടെ. പിന്നെ വരുന്നതാണ് യുഗാന്താർ പാർട്ടി ബംഗാളിൽ രാഷ് ബിഹാരി ബോസും ഖുദ്രാം ബോസും. അപ്പോൾ 2 ബോസുകളും കൂടെ ചേർന്ന് ബംഗാളിൽ ആരംഭിക്കുന്നു. ബോസും കൂടെ ചേർന്ന് ബംഗാളിൽ ആരംഭിക്കുന്നതാണ് യുഗാന്താർ പാർട്ടി. ഈ യുഗാന്താർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുഗത്തെ അവസാനിപ്പിക്കുക എന്നാണ്. ബ്രിട്ടീഷ് യുഗത്തെ അവസാനിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അവസാനിപ്പിക്കുന്നതല്ലേ നമ്മൾ പറയാറുണ്ട് അല്ലേ, നിന്നെ കുത്തിക്കൊന്നിട്ടായിരുന്നതിന് ഞാൻ എന്ത് ചെയ്യും? അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഖുദ്രാം ബോസും രാഷ് ബിഹാരി ബോസും കൂടെ എന്ത് ചെയ്തു? അവസാനിപ്പിക്കാൻ ഇറങ്ങിയ പാർട്ടിയാണ് യുഗാന്താർ പാർട്ടി ബംഗാളിൽ. ബി ബോസും കൂടെ ബംഗാളിൽ യുഗാന്താർ പാർട്ടി. അല്ലെ, BBC എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് BBBY എന്ന് ആലോചിച്ചാൽ മതി. ബോസും 2 ബോസ് അല്ലെ, രാഷ് ബിഹാരി ബോസും അതുപോലെ തന്നെ ഖുദ്രാം ബോസും കൂടി ഇവിടെയാണ് ബംഗാളിൽ തുടങ്ങുന്നതാണ് എന്ത്? നമ്മുടെ യുഗാന്താർ പാർട്ടി. ലാസ്റ്റ് വരുന്നു ഗദ്ദർ പാർട്ടി തുടങ്ങുന്ന അമേരിക്കയിലാണ്. തുടങ്ങുന്നവരാണ് ലാല ഹർദയാലാണ്. ആരാണ്? ലാല ഹർദയാൽ തുടങ്ങുന്നതാണ് എന്ത്? ഗദ്ദർ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഗദ്ദർ പാർട്ടി അമേരിക്കയിൽ തുടങ്ങുന്നവരാണ് ലാല ഹർദയാൽ. ഇത്തരത്തിൽ പല പല സംഘടനകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഈ പറയുന്ന ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സം റെവല്യൂഷണറി ഗ്രൂപ്പ് were dissatisfied with the peaceful method. They believed that armed struggle was the only way to remove British from the rule, and they formed secret revolutionary association. അത് വരുന്നതാണ് അനുശീലൻ സമിതി, ഔറോബിന്ദ ഘോഷും സന്യാലും കൂടെ ബംഗാളിൽ, ഭാരത് മാതാ അസോസിയേഷൻ ബ്രഹ്മചാരിയും അതുപോലെ തന്നെ അജിത് സിംഗും കൂടെ മദ്രാസിൽ, വാഞ്ചി അയ്യരും ഉണ്ട്. യുഗാന്തർ പാർട്ടി എന്താണ്?
രണ്ട് ബോസ് അല്ല, ഏതൊക്കെയാണ്? ഖുദ്റാം ബോസും രാജ് ബിഹാരി ബോസും കൂടെ ബംഗാളിൽ ആരംഭിച്ച യുഗാന്തർ പാർട്ടി, ഗദ്ദർ പാർട്ടി അമേരിക്കയിലെ ലാല ഹർദയാൽ. അങ്ങനെ നാഷണലിസം എന്ത് ചെയ്യുന്നു? വളരുന്നു. ദ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇന്ത്യൻ റെസിസ്റ്റൻസ് ലെഡ് ടു ദ റൈസ് ഓഫ് നാഷണലിസം. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽപ്ഡ് ചാനൽ ദിസ് റെസിസ്റ്റൻസ് ഇൻ ടു എൻ ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ്. അത് സഹായിച്ച സ്വദേശി മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് പറ്റുന്നു? മഹാത്മാഗാന്ധി ലീഡർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് പിന്നീട് സമരങ്ങൾ നടക്കുകയും നമ്മുടെ ഇന്ത്യ 1947 സ്വതന്ത്രമായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. നല്ല മനോഹരമായ രസമുള്ളൊരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.